ഈ വീഡിയോയിൽ ആദ്യമേ നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം തന്നെ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനീൻ, വെസ്റ്റ് ബാങ്ക് രണ്ട് ഏരിയയിലും. ഈ ജനീൻ എന്ന് പറഞ്ഞാൽ റെഫ്യൂജി ക്യാമ്പ് ഏരിയയാണ്. ആ റെഫ്യൂജി ക്യാമ്പ് ഏരിയയിലൊക്കെ അവിടുത്തെ സാങ്ഷൻസ് ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേലിന് പോകാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി കിടക്കുന്നത് ശരിക്കും ജനീൻ ഏരിയ, ആ ജനീൻ റെഫ്യൂജി ക്യാമ്പ് ഭാഗത്താണ് ഈ ഇസ്രായേലിൻ്റെ ഈ ഒരു വെഹിക്കിൾസ് അവിടെ കിടക്കുന്നത്. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞാതൻ ലെബനാനിൽ ഇറങ്ങിയിട്ടുണ്ട്. അജ്ഞാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FBI തേടപ്പെടുന്ന കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുത്തിനെ വധിച്ചിട്ടുണ്ട്. 1985 മുതലേ ഇവൻ FBI കീഴിൽ തേടപ്പെടുന്ന കുറ്റവാളിയാണ്. ഹമാദി എന്നാണ്, ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി. ഇവനൊരു തീവ്രവാദി തന്നെയാണ്. അപ്പോൾ അവനെ വധിച്ചിരിക്കുകയാണ്. ഹെസ്ബുള്ളയ്ക്ക് വീണ്ടും വീണ്ടും പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഇസ്രായേൽ അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് സീസ് ഫയർ, ലെബനാനുമായിട്ട് ചെയ്തിരുന്ന ആ ഒരു സീസ് ഫയർ കരാറ്, അതായത് ഹെസ്ബുള്ളയുമായിട്ട് ചെയ്ത ഒരു സീസ് ഫയർ കരാറ് തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല, അത് അവസാനിപ്പിച്ചിട്ട് അറ്റാക്കിംഗ് മോഡിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. IDF ശരിക്കും അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ സീസ് ഫയർ വയലേഷൻ, ഈ സീസ് ഫയർ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു പ്രയോജനം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഹെസ്ബുള്ള സീസ് ഫയർ വയലേഷൻ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളുമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗത്തേക്ക് ഇതുവരെ മാറിപ്പോയിട്ടില്ല. അതുപോലെ തന്നെ ലെബനാൻ ആർമിക്ക് ഈ ഒരു സൗത്ത് ലെബനാൻ ഭാഗം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഈ ഒരു സീസ് ഫയർ 60 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് റദ്ദാക്കാനുള്ള ഏർപ്പാട് സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. സൈൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ അറ്റാക്കിംഗ് മെത്തേഡിലേക്ക് മാറുകയാണ്. അത് ലെബനാന്റെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ എയർ സ്ട്രൈക്കോ അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല, പക്ഷേ ടാർഗറ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തും. പ്രിസൈസ് ആയിട്ട് ഹിസ്ബുള്ളയുടെ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന സ്ഥലങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തി അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ദൗത്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഒരിക്കലും ഇനിയിപ്പം, അതായത് ഇസ്രായേലിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാൻ പറ്റണം. അതായത് നോർത്തേൺ ഇസ്രായേലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സൗത്ത് ലെബനാൻ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള ഒരു ആക്രമണങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഇനി അതിൽ ഇസ്രായേൽ വളരെ ശക്തമായിട്ടാണ് നിലപാടെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഹമാസുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി, അത് ഏത് നേരത്തും കരാർ ലംഘനം നടത്താൻ ഭാഗത്തിലുള്ള ഒരു കരാറായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്ലോബലി അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ഡ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡ്യൂസിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ ഹമാസ് ഇതുവരെ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു ബന്ദികളുടെ ലിസ്റ്റ് ഇതുവരെ ഇസ്രായേൽ കൈമാറിയിട്ടില്ല. അത് ചോദിക്കുമ്പോഴൊക്കെ അന്ന് പറഞ്ഞിരുന്നത്, ഈ ഒരു സീസ് ഫയർ എഗ്രിമെന്റ് നിലവിൽ വരുന്ന ആ ദിവസം പറഞ്ഞിരുന്നത് 19-ാം തീയതി അവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 7-ാം ദിവസം സബ്മിറ്റ് ചെയ്യാന്നാണ്. സബ്മിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇസ്രായേൽ അതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ 42 ദിവസത്തെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഡീലിൽ എത്ര ബന്ദികളെയാണ് വിടുന്നതോ അത്രയും പേരുടെ ലിസ്റ്റ് ഏത് ദിവസങ്ങളിലൊക്കെ ഇന്ന ആൾക്കാരെ വിടും, ആ രീതിയിലുള്ള ലിസ്റ്റാണ് ചോദിക്കുന്നത് ഇസ്രായേൽ. ഇതുവരെ ഹമാസിന് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ വെസ്റ്റ് ബാങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ജനീൻ ഏരിയ മുതൽ ആ പാലസ്തീനിയൻ ഏരിയ ഫുള്ള്, ആ ഒരു വെസ്റ്റ് ബാങ്ക് ഫുള്ളായിട്ട് തീവ്രവാദികളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇറാന്റെ ആയുധങ്ങൾ മൂലം അവിടെ നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്ക് ഫുള്ളി ഫ്ലഡഡ് വിത്ത് ഇറാനിയൻ വെപ്പൺസ് എന്നാണ് പറയുന്നത്. ഈ ഇറാനിയൻ വെപ്പൺസ് വരാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ജോർദാൻ റൂട്ടാണ് കേട്ടോ. ആ രീതിയിലാണ് ഈ ഒരു കടത്തൽ നടക്കുന്നത്. വളരെ സജീവമായിട്ട് ആ ഒരു ആയുധം എത്തുന്നുണ്ട്. അതിനെ അവര് നല്ല രീതിയിൽ തന്നെ ഇതിനു മുമ്പ് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണോ നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു മേഖലയിൽ അത്രമാത്രം ആയുധങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ശരിക്കും വെസ്റ്റ് ബാങ്കിലെ ഓരോ മേഖലയും അരിച്ചു പിറക്കുകയാണ് IDF. അതിൽ ഇന്നലെ നടന്ന ആക്രമണം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. IDF പല സ്ഥലങ്ങളിലും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് തൂത്ത് പിറക്കി വൃത്തിയാക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, യുവമാരെല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കും. കാരണം യുവമാരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരാണ് നോർമൽ, ആരാണ് സൈക്കോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നാലും അവിടെ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. കാരണം ഗസയിൽ ഇപ്പോൾ ഒരു സീസ് ഫയർ ഡീൽ നടക്കുകയല്ലേ. അപ്പം ഇസ്രായേലിന് ബുദ്ധിയുണ്ട്. മാക്സിമം നമ്മൾ കുറച്ച് ഇങ്ങനെ ഇരുന്ന് മാക്സിമം ഈ ഒരു ജീവനോടെയുള്ള ആൾക്കാരെയൊക്കെ മേടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ദൗത്യം. അവരെന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തത് അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മറ്റേ സൈഡിലുള്ള ആൾക്കാർ അത് ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ടുകൊണ്ട് എന്തോ തോൽവി, ജയം, പരാജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഉടായ്പ നമ്പറുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്.
പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇസ്രായേലിന്റെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിക്കൽ ആർമിക്ക് മുന്നിൽ ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രായേലിന് ഈ ഒരു ബന്ദികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റിയില്ല? പർപ്പസ്ഫുള്ളി ചില ആൾക്കാർ കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എടുക്കുക? ഇസ്രായേലിന് അറ്റാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും, പക്ഷെ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ബന്ദികളും കൂടെ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ അറ്റാക്കിനുള്ളിൽ അവരും തന്നെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ കുറച്ച് സംയമനം പാലിച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഒന്നും അതായത് ഈ ഒരു സെൻട്രൽ ഗാസയിൽ അത്ര പൂർണ്ണമായിട്ടുള്ള ആക്രമണം നടത്താതെ തന്നെ പലരുടെയും മരണത്തിന് ഇസ്രായേലാണ് കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് ഇസ്രായേൽ ഒരു അറ്റാക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുവമാർ തന്നെ മൊത്തം തട്ടിക്കളഞ്ഞിട്ട് യുവമാർ പറയും മൊത്തത്തിൽ ഇസ്രായേൽ തന്നെ ചെയ്തതെന്ന് പറയും. കുറച്ച് ആൾക്കാരെ യുവമാർ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. കാരണം വേറെ ഒന്നുമില്ല, ഈ ജയിലിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാരെ യുവമാർക്ക് രക്ഷപ്പെടുത്തണമല്ലോ. പ്രത്യേകിച്ചും ഈ ഗസയ്ക്കുള്ളിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ചില ലോ ലെവലായിട്ടുള്ള ഏത് ഹാർഡ് വർക്കും ചെയ്യാൻ പാകത്തിനുള്ള പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ കിട്ടണം തീവ്രവാദികളായിട്ട്. എന്നാൽ മാത്രമേ സിൻവറിന് പകരമായിട്ട് അവിടെ ഇറക്കി വിടാൻ പറ്റൂ. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് ടാസ്ക് ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബന്ദികളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ വെച്ചുകൊണ്ടിരിക്കുമോ? എപ്പോഴേ തട്ടിക്കളഞ്ഞനെ. അടുത്ത് പറഞ്ഞാൽ ഇറാനിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേഡീസ് ആണ് ചേർന്ന് ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഖമനേയിയുടെ ഈ ഒരു കിരാത ഭരണത്തിനെതിരെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. സ്ലോഗൻസ് ഒക്കെ എഴുതി ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇത് കുറച്ചുകൂടെ ഫ്ലറിഷ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറാൻ മൊത്തം ഈ ഒരു പ്രതിഷേധം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഇറാന്റെ ഉള്ളിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നിലവിൽ. ശരിക്കും പറഞ്ഞാൽ ഈ പരാജയപ്പെട്ട ഒരു ഇറാൻ ആ രീതിയിലാണ്. പിന്നെ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച ഗാസയിൽ ആ ഒരു സീസ് ഫയർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഒന്ന് ഒരു വിസിറ്റ് ചെയ്യാനും അതിൽ പ്രത്യേകിച്ച് നെറ്റ്സരീം കോറിഡോർ, ഫിലഡൽഫി കോറിഡോർ, ഗാസ ഈ ഇത്രയും ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. വിസിറ്റ് ചെയ്ത് ഈ ഒരു സീസ് ഫയറിന്റെ വിലയിരുത്തൽ നടത്തുന്നതായിരിക്കും. അതായത് ഈ സീസ് ഫയറിൽ അഗ്രിമെന്റിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണോ ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്, IDF പറഞ്ഞതുപോലെ IDF കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, ഹമാസ് അതുപോലെ തന്നെ അവർ എഗ്രി ചെയ്തതുപോലെ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ റഷ്യ ഉക്രൈൻ വാർ അത് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ അടുത്ത് ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. ഈ റഷ്യ ഉക്രൈൻ വാറിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട്. അത് ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് ചോദ്യത്തിൽ തന്നെ ഉത്തരവും കൂടെ ലോഡ് ചെയ്ത് ചോദിക്കും. അപ്പൊ ഒരു SR നോയിൽ ഉത്തരം തീരും. അപ്പൊ ആ രീതിയിൽ ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അതായത് ഈ റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യ ഒരു അമിക്കബിൾ ഡീലിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റഷ്യയുടെ മേളിൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു വന്നത്. അപ്പം ട്രംപ് പറഞ്ഞ് ലിറ്ററലി യെസ് എന്നാണ് പറഞ്ഞത്. അതായത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സാങ്ഷൻസ്, റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റഷ്യയുടെ മേളിൽ നല്ല രീതിയിലുള്ള സാങ്ഷൻസ്, റഷ്യയിൽ നിന്ന് US-ലേക്ക്, റഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വരുന്നോ അതിനെല്ലാം നല്ല രീതിയിലുള്ള ടാക്സ് ഇമ്പോസ് ചെയ്യും. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും ആ ഒരു സാങ്ഷന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ആ തീരുമാനം വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയിൽ നിന്നുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ബൈഡൻ ഉണ്ടാക്കുന്ന പോലൊരു സാങ്ഷൻ അല്ല, ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ ഒരു നിലപാടെടുക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റിൽമെന്റ് നടത്തി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല, ഇതിനകത്തൊരു സീസ് ഫയർ ഡീൽ ഒന്നും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ദർ ഈസ് നോ മോർ സീസ് ഫയർ ഡീൽ ഇൻ റഷ്യ ഉക്രൈൻ വാർ. അവിടെ ഒരു സെറ്റിൽമെന്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ അമിക്കബിളി ചെയ്യാൻ പറ്റുന്ന സെറ്റിൽമെന്റ്, ആ ഒരു സെറ്റിൽമെന്റിൽ രണ്ടുപേരെ എത്തിക്കുക എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് പുള്ളി പറഞ്ഞത് പുടിനെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്, അത് മീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം വരും എന്നാണ് പറയുന്നത്. അതായത് മാക്സിമം 100 days ആണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസ് അടുത്ത 4 ബന്ദികൾ, അവരും സ്ത്രീകളാണ്, അവരെ വിട്ടുതരാനുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ശനിയാഴ്ചയാണ്, വരുന്ന ശനിയാഴ്ച 4 സ്ത്രീകളെയും കൂടെ അവർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് വിവരമൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇസ്രായേൽ ആണെങ്കിൽ പേരാണ് ചോദിക്കുന്നത്. കാരണം ഈ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കണമല്ലോ. പിന്നെ അന്നത്തെ പോലെ 8 മണിക്ക് ഒരു എയർ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ചിലപ്പോൾ പേര് പറയുമായിരിക്കും. അല്ലാതെ പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത്? അന്നും ഇതേപോലെയാണ് സംഭവിച്ചത്. അന്ന് രാവിലെ 8:30 പിന്നെ ഇസ്രായേൽ പോയി ഒരു എയർ സ്ട്രൈക്ക് നടത്തി ഗാസയിൽ. അപ്പോഴാണ് അവന്മാര് പേര് വിവരമൊക്കെ പുറത്തുവിട്ടത്. ഇതിപ്പോ എന്നാ വ്യാഴാഴ്ചയായി. ഇനിയിപ്പം വെള്ളി ശനി ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ 4 പേരെ വിട്ട് കൊടുക്കേണ്ടതാണ്. ഇതുവരെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. വെറും മന്ദബുദ്ധികളും വെറും അഹങ്കാരം പിടിച്ചവന്മാരാണ്. ആ പേരങ്ങ് പറഞ്ഞുകൂടെ? എന്തായാലും സീസ് ഫയർ ഒപ്പുവെച്ച്. പിന്നെ ഇന്ത്യ ബ്രഗത് മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ നടപ്പിലാക്കുമായിരുന്നു. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്കുള്ളിൽ ചേക്കേറിയിരിക്കുന്ന കുറെ തീവ്രവാദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ തീവ്രവാദികളെ കണ്ടെത്തി അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുത്തനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്രമാത്രം എഫക്റ്റീവായിട്ട് സെർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവനെ അസ്സാമിൽ നിന്ന് പൊക്കിയിരിക്കുകയാണ്.
ABT എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, ഈ മനുഷ്യക്കടത്ത്, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലോട്ട് കടത്തി വിടുക, അങ്ങനെ പല ഡോക്യുമെന്റ്സ് നേരെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവനെ പിടിച്ച സമയത്ത് ഇവന്റെ ഒപ്പം ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് തോക്കുകൾ. അപ്പൊ അവന്റെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അവനിൽ കണക്റ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരെയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കതും കേരളത്തിൽ നിന്നുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്, അങ്ങനെ ഡൽഹി ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് റീസെന്റ് ആയിട്ട് അറസ്റ്റ് ചെയ്താണ്. 3 ദിവസത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണിത്. കേരളത്തിൽ ഇപ്പൊ ഇതേപോലെ വരും, NIA വന്ന് മൊത്തത്തിൽ തൂക്കി അങ്ങ് എടുത്തോണ്ട് പോകും. അവര് NIA വരുമ്പോൾ അറിയാമല്ലോ, രാത്രി അങ്ങ് വരും, വീട് വളഞ്ഞ് മൊത്തത്തിൽ അങ്ങ് എടുത്തോണ്ട് പോകും. അതിനുശേഷം അറിയാൻ പറ്റുള്ളൂ. നേരെ വെളുക്കുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. ആ രീതിയിൽ ഈ ഒരു തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക. കാരണം യുവമാരെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. അതുപോലെ തന്നെ അമേരിക്ക കാനഡ റിലേഷൻഷിപ്പ് കൂടുതൽ വഷളായിക്കൊണ്ടുവരികയാണ്. കാരണം അമേരിക്ക പറയുന്നത് കാനഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടം നടത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അമേരിക്കൻസിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മരുന്നിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ കാനഡ പറയുന്നത്, നിങ്ങൾ നമ്മുടെ ബോർഡറിൽ നിന്നാണ് ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ സുരക്ഷ ഉറപ്പാക്കാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നല്ല രീതിയിൽ എൻഫോഴ്സ് ചെയ്യാമെന്നാണ് കാനഡ പറയുന്നത്. എന്നാലും നിങ്ങൾ ഈ ഒരു ടാക്സ് ഒന്ന് ഒഴിവാക്കി തരണമെന്നാണ് പറയുന്നത്. കാരണം 25% ടാക്സ് ആണ് കാനഡയുടെ മേളിൽ ട്രംപ് ഇൻഫോഴ്സ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 1 മുതൽ നടപ്പിലാവും എന്നാണ് പറയുന്നത് ഈ ഒരു ടാക്സ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാനഡ US ബന്ധം നല്ല രീതിയിൽ വഷളായിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കാനഡയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ 25% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 70% സാധനങ്ങൾ കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലോട്ടാണ്. അതാണ് കാനഡയ്ക്ക് ഇത്രയും വലിയ പ്രശ്നം. അപ്പൊ ഇനി 25% അതിൽ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കാനഡയ്ക്ക് ഹ്യൂജ് ലോസ് ആണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവർ പല രീതിയും പല റീസൺസും പറഞ്ഞു നോക്കുന്നത്. പക്ഷെ ട്രംപിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാക്സ് ഇമ്പോസ് ചെയ്ത് അമേരിക്കയ്ക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അത് തന്നെയാണ് സംഭവം. അപ്പൊ അതിൽ എത്രമാത്രം ബോർഡർ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചാലും ട്രംപ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ ചൈനയ്ക്ക് 60% ടാക്സ് ആണ് കേട്ടോ, 60%. അത് ഫെബ്രുവരി 1 മുതൽ ഇതൊക്കെ നിലവിൽ വരും എന്നാണ് പറയുന്നത്. അതുപോലെ മെക്സിക്കോ എടുത്ത് പറഞ്ഞിരിക്കുന്നതും ഇതേപോലെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. മെക്സിക്കോ ബോർഡറിൽ ഇപ്പൊ തന്നെ ഒരു സ്റ്റാൻഡ് ഓഫ് എന്നുള്ള നിലയിലാണ് ഏറ്റവും കൂടുതൽ ബോർഡർ സെക്യൂരിറ്റി അവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. കാരണം മെക്സിക്കോ ബോർഡറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കടന്നു കയറുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പൊ ഇങ്ങനെ ചില നിർണായക തീരുമാനങ്ങൾ ട്രംപ് വന്ന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല രീതിയിലുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് അറിയാമല്ലോ. എനിക്ക് ഒറ്റ വ്യൂവിൽ ട്രംപിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്, ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്സോ ശത്രുക്കളോ ഇല്ലാത്ത നിലയിൽ എല്ലാവർക്കും ഒരേപോലെ നിയമം അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ കയറി വന്ന് ഇപ്പൊ ട്രംപ് ഇപ്പൊ പൊസിഷനിൽ വന്നിട്ട് ഇപ്പൊ 2ാം തവണയാണ് വരുന്നത് വെച്ചോ, 47ാമത്തെ പ്രസിഡന്റ് ആണ്. പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് ആണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ USA 60% ഓയിൽ കാനഡയിൽ നിന്നാണ് മേടിക്കുന്നത്. ആ ഒരു ഈക്വലന്റ് ലെവലിൽ തന്നെ ഏതാണ്ട് നാച്ചുറൽ ഗ്യാസും കൂടെ മേടിക്കുന്നുണ്ട്. അത് കൂടാതെ പിന്നെ ചപ്പച്ചവർ സാധനങ്ങളെല്ലാമായിട്ട് ഏതാണ്ട് ഒരു 70% സാധനം കാനഡയുടെ സാധനങ്ങൾ മൊത്തം അമേരിക്കയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോ ഇത് അമേരിക്ക ഇങ്ങനെ ടാക്സ് വിധിച്ചെന്ന് വെച്ചോ, ഈ കാനഡ അവർക്ക് ഈ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേറൊരു രാജ്യമായിട്ട് ആരെ കണ്ടെത്തും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം അവർക്ക് കണ്ടെത്താൻ വേറെ ആൾക്കാരില്ല. ആ രീതിയിലാണ് കാനഡ സ്ട്രഗിൾ ചെയ്യുന്നത്. അടുത്ത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്ടിരിക്കുന്ന ചൈനയാണ്. 60% ആണ് ടാക്സ്. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. പക്ഷെ എന്നാലും വേറെ മാർഗമൊന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷനുള്ള മാർഗമുണ്ടോ എന്നുള്ളതാണ് പല രാജ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനൊരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത് എന്നുള്ള നിലയിലാണ് നോക്കിക്കാണുന്നത്. ചൈന ഇന്ത്യക്കെതിരെ ഈസ്റ്റ് ലഡാക്കിൽ സ്റ്റാൻഡ് ഓഫ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. വാങ് ലീ ചൈനീസ് റെപ്രസെന്റേറ്റീവ് വന്ന് പറയുകയാണ് ഇന്ത്യയും ചൈനയും ഒരു അമിക്കബിൾ ആയിട്ട് ഒരു സെറ്റിൽമെന്റ് കരാറിൽ എത്തണം, ഈ ഒരു ബോർഡറുമായിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് ഓഫിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഡിക്ലറേഷനുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആദ്യം ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നതാണ്. ചൈനയ്ക്ക് ബിഹേവിയർ ആണ് ആദ്യം ഇല്ലാത്തത്. ചൈന ഒരിക്കലും പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ചൈന ഇങ്ങനെയൊക്കെ ഓപ്പൺ ഫോറത്തിൽ സംസാരിച്ചിട്ട് പോകും, പക്ഷെ ബോർഡറിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങുന്ന ഏർപ്പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയുമായിട്ട് അവർ പറയുന്ന ഈ ഒരു വാക്കുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ശക്തമായ നിലപാടെടുത്ത് എങ്ങനെയാണോ ആർമിയെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഈസ്റ്റേൺ ലഡാക്കെങ്കിൽ ഈസ്റ്റേൺ ലഡാക്ക് ആ രീതിയിൽ വളരെ സ്ട്രോങ് ഹോൾഡായിട്ട് ഡിപ്ലോയ് ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ വേണം. ഈ ചൈന എന്ന് പറഞ്ഞ
ഈ ഒരു രാജ്യത്തിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.